അവളെ പേര് സിവാപ്പു ആണ്. സിവാപ്പു ഇനിയിപ്പൊ എങ്ങോട്ടാ പോണത്? കാക്കാക്ക വീട്ടിക്ക് പോവാണ് ഗായ്സ്. എന്താണ്ട് ഇത് കുപ്പിയാരാ മേടിച്ചെന്ന്? കാക്കാക്ക. അതെ ചിക്കനോളിയ കൊയ്യ കോയി ഇപ്പൊ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണം. ഇവിടുന്ന് റോഡ് സൈഡിൽ തന്നെ ഇതാണ് JP സെറ്റ്. ഓക്കെ, ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഓപ്പോസിറ്റ് മാക്സ് ഫുഡ് ലോക്കർ കാണാം. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മെന്റ് ഉണ്ട് അവിടെ. അപ്പൊ ശിവാപ്പുന് 3 വയസ്സാവാൻ പോവാണ് ഗായ്സ്. അന്റെ പൂച്ച ഓടി വരാം. അതിന്റെ സർപ്രൈസ് എന്താ വേണ്ടി ശിവാക്ക്? എങ്ങനെ ഐറ്റം പെരിന്തൽമണ്ണ ഡിസ്പ്ലേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ഡമ്മി വാങ്ങിയിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ വെൽവെറ്റിൽ വരുന്ന ലേറ്റസ്റ്റ് കളക്ഷൻ കേട്ടോ. കുറെ പോലും അതും ചെരുപ്പിടാതെ ഹീലിടാതെ എങ്ങനെ ഡമ്മി ഇത്ര ഹൈറ്റ് വെച്ചു എന്നുള്ള ഡൗട്ട് കേട്ടോ. അതാണ്. ഓക്കെ, അപ്പോൾ കിഡിലൻ ഹാൻഡ് വർക്ക് വരുന്ന മറ്റൊരു കളക്ഷനാണ് ഈ സൈഡിൽ നമ്മൾ ഡമ്മി പീസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് രണ്ടും സെറ്റ് ചെയ്താട്ടോ. ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം സെറ്റ് ചെയ്താണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പെരിന്തൽമണ്ണ ഷോപ്പും ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ റെഡിയായി ഷോപ്പിൽ പോകാനും സിവാപ്പും ബാസികാക്കി അവിടെ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. അപ്പം നേരെ ഇനി സിവാപ്പുവിനെ ഷെരീഫ് ഖാൻ്റെ വീട്ടിലാക്കണം. അവിടെയാണ് ഓൾ സ്ഥിരം നിൽക്കാറ് കേട്ടോ. ഞങ്ങൾ ഷോപ്പിൽ പെരിന്തൽമണ്ണൊക്കെ പോകുമ്പോൾ ഓളായിട്ട് പോകാറില്ല. ഓൾ സ്ഥിരം അവിടെ പുറത്ത് നിൽക്കാറ്. രാത്രി ഞാൻ പോയിട്ട് എടുക്കാറ് കേട്ടോ. അപ്പം എൻ്റെ ജിവാപ്പു വരുന്നുണ്ട്. ജിവാപ്പു ആ വരുമോ? അതാ ജിവാപ്പു ഗുഡ് ഗേൾ ആയിട്ട് വരുന്നുണ്ട് ഗേൾസ്. എവിടെ കാണില്ലല്ലോ എന്നെ. അപ്പം ഇനി നേരെ നമ്മൾ ഷെരീഫ് ഖാൻ്റെ അടുത്ത് പോകണു. ജിവാപ്പുവിനെ അവിടെ ആക്കണു. പിന്നെ നമ്മൾ ഒതുക്കുന്ന ഷോപ്പിൽ പോകണം. പെരിന്തൽമണ്ണ ഷോപ്പിൽ പോകണം. അവിടെ ജിവാപ്പുവിനെ കാണിച്ചാൽ പശുവിടെ ജിവാപ്പ് മുടിയൊക്കെ റെഡി ആക്കാൻ. ഇതെന്താ കുട്ടിയോ? ചെവിയിൽ വെക്കണേ. ആ ഓക്കെ. അപ്പൊ ഞാൻ ഇനി വേണ്ട പോണേ. എനിക്ക് കാക്കാക്ക വീട്ടിലേക്കാണോ അല്ലെങ്കിൽ ഷോപ്പിലേക്കാണോ? ഓക്കെ ഓക്കെ പറഞ്ഞോ. അനക്ക് എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളത് സിവാക്ക്? പല്ലൊക്കെ പോയോ? എങ്ങനെ പോയത് എന്റെ പല്ല്? ഓക്കെ, ഓള് പല്ല് മുട്ടായി തിന്നിട്ടൊക്കെ പോയിക്കുന്നു കേട്ടോ. ഇനി പുതിയ പല്ലൊക്കെ വെക്കണം അല്ലേ സിവ? അവളെ പേര് സിവാപ്പു ആണ്. സിവാപ്പു ഇനിയിപ്പൊ എങ്ങോട്ടാ പോണത്? കാക്കാക്ക വീട്ടിക്ക് പോവാണ് ഗായ്സ്. എന്താണ്ട് ഇത് കുപ്പിയാരാ മേടിച്ചെന്ന്? കാക്കാക്ക. അപ്പൊ ഇനി നമ്മള് നേരെ കാക്കാക്ക വീട്ടിക്ക് പോവാണല്ലേ സിവ? ഞങ്ങൾ രണ്ടാളും പിറക്കലില്ല. മറ്റേത് ഞങ്ങൾ തമ്മിലടിയാണ്. ഇപ്പൊ ഓളന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. മമ്മ മോള് പപ്പ മോള്. സിവന് കൂടുതൽ ഇഷ്ടാരോടാ? മമ്മ പപ്പ അങ്ങനൊന്നുമില്ല. രണ്ടാളും ഒരുപോലെ ഇഷ്ടാ. നീ വെറുതെ മരുന്നിടാൻ നോക്കണ്ട. ആയിക്കോട്ടെ സിവ, ഞാൻ അങ്ങനല്ലേ നോക്കണേ. ജിവന്റെ ബർത്ത്ഡേ എന്നാ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേ? അതല്ല, ജിവന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നാ? ബർത്ത്ഡേ എന്നാ? അമ്മമ്മന്റെ സങ്കടായിക്കോ. ജിവന്റെ ബർത്ത്ഡേ പറഞ്ഞ എല്ലാരോടും. എല്ലാരും വരണോ പറയും. താത്തേ അന്നൂസാണോ? നെന്നോ? നോള് കേക്കണ്ട കേട്ടോ. ഒക്കെ തരും. അപ്പൊ ജിവാപ്പുന് 3 വയസ്സാവാൻ പോവാണ് ഗായ്സ്. അന്റെ പൂച്ച ഓടി വരാം. അതിന്റെ സർപ്രൈസ് എന്താ വേണ്ടി സിവാക്ക്? എങ്ങനെ സർപ്രൈസ് ആക്കാം നമ്മള്? മുട്ടായി സർപ്രൈസ്. മുട്ടായി വേണ്ടി ഞങ്ങക്ക്. എന്റെ കുട്ടിക്കാൻ ആഗ്രഹങ്ങളൊന്നുമില്ല, മുട്ടായി മാത്രമേ ഉള്ളൂ അല്ലേ? ആഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടാവാ? ഒറ്റൊന്നും പെൻഡിങ് ഇല്ലല്ലോ. ഓള് പറഞ്ഞ കപ്പൊക്കെ വാങ്ങി കൊടുക്കണേ. പൂച്ച റെഡി. അതെ, 4 മീൻ റെഡി. വീട്ടിലെ എക്കോറിയൊക്കെ ഉണ്ടാക്കണം. ഫിൽറ്റർ ഇടാൻ മറന്നു പോയപ്പോ 3 മീൻ ചത്തുപോയി. എന്നിട്ട് അത് ഇങ്ങനെ ഉറക്കത്തിലും ഇതും പിച്ചും വരാം. 3 മീൻ ചത്തുപോയി. എങ്ങനെ എന്തുകൊണ്ടാ മീൻ ചത്തുപോയത്? ഫിൽറ്റർ നമ്മൾ ഇട്ടിട്ടില്ല. അതാണ് നമ്മള് മീൻ ചത്തുപോയത്. അതെ ജിവു ഫിൽറ്റർ ഇടാതെ. ജിവു നോക്കണ്ടേ? ജിവുവിന്റെ മീനല്ലേ? ജിവു മാമ കൊടുത്തിനോ? മീൻ ചത്തുപോയോ? അല്ല രാവിലെ മീമിന് ആ ഫുഡ് കൊടുത്തോ? ആരാ കൊടുത്തേ? ഇന്നലെ രാത്രിയോ? അനക്ക് എന്താ ഷോപ്പിൽ വരാൻ ഇഷ്ടമല്ലാത്ത സിവ? നമ്മളെ കൂടെ നാളെ വരുള്ളൂ ഷോപ്പിലേക്ക് കേട്ടോ. എല്ലാരും ഷോപ്പിൽ നല്ല പെരുന്തമണ്ണ വരുന്ന എല്ലാ വസ്തുക്കൾക്കും സിവാനാണ്. പക്ഷെ നമ്മളെ സിവാനെ വരൂല. സിവാക്ക് ഇവിടാണ് സേഫ്. നമ്മളാണ് ഇപ്പൊ പെരുന്തമണ്ണ ആണെങ്കിൽ ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് ഓളെ മൈൻഡ് ചെയ്യാനുള്ള സമയം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഓളെ ഇഷ്ടത്തിനാണ്. ഓൾക്ക് പാണ്ഡ്യതാണ് അല്ലെ സിവ?
പീഡിയലുണ്ട്. പീഡിയത്തെ ഈ പോണ പീഡിയത്തെ കാക്കന്റെ പേരെന്താ? പീഡിയത്തെ കാക്കന്റെ പേരെന്താ? പീഡിയത്തെ കാക്കനെ അറിയില്ല എനിക്ക്. എന്താ? റഷീദ് കാക്ക. റഷീദ് കാക്കന്റെ പീഡിയ എന്തൊക്കെ വാങ്ങല്? പിന്നെന്തൊക്കെ വാങ്ങല്? അപ്പൊ ഗൈസ് നമ്മൾ കാക്കൊക്കെ വീട്ടിലെത്തി. അതൊക്കെ അങ്ങോട്ടുള്ള വണ്ടി കേട്ടോ. ഒരു ടോയ് കളക്ഷൻ തന്നെ ഉണ്ട്. ഒക്കെ നമ്മള് വീട്ടിൽ നിന്ന് കടത്തിയതോ. കഞ്ഞി കുടിച്ചോ? പോയിട്ട് വേഗം പോയിട്ട് കഞ്ഞി കുടിച്ചോ? ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അത് ബാസികാക്കന്റെ പേരിൽ എഴുതിട്ട് പറഞ്ഞിക്കണു അല്ലേ? പേര് ഡെയിലി ഇവിടുന്നാണല്ലോ. ബില്ല് വേണമെങ്കിൽ എന്റെ പേരിൽ അടിച്ചു തരാൻ പറ്റും. അത് വേണം. വേണ്ട. അതായത് റാഹിജ് റൈദാൻ നല്ല ഫുഡാട്ടോ. നല്ല എന്താ പറയാ, അത് ഇവിടെ വേറെ കുറെ ഹോട്ടൽസ് ഒക്കെ വന്നിട്ട് ഇവിടെ പിടിച്ചിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവരെ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒതുക്കെങ്കിൽ ഇത്ര ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ വേറെ ഇല്ലാന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഫുഡ് പിന്നെ മന്തി മാത്രമേ അവിടെ കിട്ടുള്ളൂ. പക്ഷെ മന്തിയിൽ തന്നെ എന്തെങ്കിലും നമ്മൾ സ്ഥിരം കഴിക്കില്ല ഹണി ചിക്കൻ. ഞാൻ പിന്നെ റൈസ് ഒന്നും കഴിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമില്ല. റൈസ് കഴിക്കാൻ തടി കൂടി വെച്ചിട്ടെ. അപ്പൊ റൈസ് കഴിക്കാനില്ല. ഉറപ്പല്ലേ? അവിടെ ചെന്നേക്കാണ്ട് ക്വാർട്ടർ ആവാല്ലേ? ക്വാർട്ടർ ഇത്ര ഉണ്ടാവും. ആ ക്വാർട്ടറാണ് കിട്ടി. കുറച്ച് മതി. ഇത്ര കാണിച്ചു ഇത്ര അല്ലേ കൊടുത്തരാ. ക്വാർട്ടറാണ് പോർഷൻ. ബാക്കിൽ നിങ്ങൾ നോക്കണ്ട. ഞങ്ങളെ പെരുന്തമണ്ണയിലേക്കുള്ള പുതിയ 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 ഇപ്പൊ നൂലോട് തുന്നി ഉണ്ടാക്കുന്നുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞല്ലേ? പുതിയ മോഡല് ഞാൻ നേരെ പെരുന്തമണ്ണ മോഡൽ പുതിയ. നിങ്ങൾക്ക് ഇന്നെ പറ്റൂലല്ലേ? ഇവർക്ക് ഇന്നെ പറ്റൂണില്ല. ഇപ്പൊ കൊടുക്കാൻ ഞാൻ കണ്ടോണം. ഇതാ ഞങ്ങൾ പറഞ്ഞ ഹണി ചിക്കൻ. നൈസാ. പക്ഷെ അവിടെ കിടക്കുന്ന എന്റെ മയോണീസാട്ടോ. തിരിഞ്ഞില്ല. ഞാൻ കുറച്ച് റൈസാ കഴിക്കാം. എത്ര റൈസേ കഴിക്കുള്ളൂ. ബാക്കി റൈസ് പാസിലാ കഴിക്കും. അതെ ചിക്കനോല്ല കൊയ്യ. കോയി ഇപ്പൊ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണു. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് ഷോപ്പിലെത്തി. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മളെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ലൊക്കേഷൻ ഫുള്ള് ഞാൻ എടുത്തു. ഞാൻ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. കൂട്ടാൻ വരുന്നു ചാക്ക് കയറ്റാൻ. കസ്റ്റമർ ഉണ്ട്. ഒന്നുമില്ല, എന്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത്. എനിക്കൊരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിയതാ. അടുത്ത നമ്മളെ സിനിമ വരുന്നുണ്ട്. ദിവാപ്പു ഒരു പേരിട്ടിക്കണോ പറയാൻ പറ്റില്ല. മത്താപ്പു സിനിമ എന്തിനാ പേരിട്ട് നിൽക്കാറില്ല. പാവർ ചെക്കനാണ് അപ്പൊ ഇതാണ് നമ്മളെ JP സെറ്റ് വരുന്നത്. ഇവിടുന്ന് റോഡ് സൈഡിൽ തന്നെ ഇതാണ് JP സെറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഓപ്പോസിറ്റ് മാക്സ് ഫുഡ് ലോക്കർ കാണാം. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മെന്റ് ഉണ്ട്. അവിടെ ഡിജിറ്റല് നെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്. ശരിക്കും ഈ റോഡിന് പറയാൻ എനിക്ക് ഒന്ന് പുതിയ ബൈപ്പാസ്, പെരിന്തൽമണ്ണ പുതിയ ബൈപ്പാസ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ഷോപ്പിൽ വന്നോളി, അടിച്ചു പൊളിക്കാം. ഒരുപാട് കളക്ഷൻസ് ആണ്, ഒരുപാട് കളക്ഷൻസ്. ഇന്നത്തെ അപ്ഡേറ്റ്സ് ആ പോകുന്നു. എല്ലാ ഡെയിലി വരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടേക്ക് പുതിയ 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 സാധനങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യണത് കേട്ടോ. കാരണം അതിനനുസരിച്ചുള്ള സെയിൽ ഇവിടെ ഉണ്ട്. അതായത് നമ്മളെ പാർട്ടി വെയർ നമ്മൾ ഒന്നാമത് നമ്മൾ ഓൺലൈനിൽ അങ്ങനെ കാണിക്കുന്നോണ്ടായിരിക്കും നമ്മളെ കളക്ഷൻസ് എന്താണെന്ന് കസ്റ്റമർക്ക് അറിയാം. അപ്പൊ കസ്റ്റമർ വരുന്നു എടുക്കൂ പോണു. ഭയങ്കര സ്പീഡാണ് ഇവിടെ കേട്ടോ. ഞാനും ചിപ്പ് ഇങ്ങനെ പറയും പറ്റൂല, തിരക്കൊണ്ടാണ്. അതായത് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, അപ്പോ ശരി, നമ്മളെ കണ്ണൂർ നിങ്ങൾ ഷോപ്പിലേക്ക് പോന്നോളി. നിങ്ങൾ ഡ്രസ്സൊന്നും എടുക്കണ്ട, ഷോപ്പിൽ വന്ന് നമുക്ക് കണ്ടിട്ട് പിരിയാം. അല്ല ഇപ്പൊ നിങ്ങളെ കാണാനായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ വന്നോളിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റൂല. അങ്ങനെ ജുബിനെ കാണാനേ വെച്ചിട്ട് കുറെ ആൾക്കാരോട് വരലുണ്ട് പെരിന്തൽമണ്ണ. ജീവാപ്പുവിന്റെ ഓക്ക് പോള കാര്യം നിങ്ങളും വേണ്ട ഞങ്ങളും വേണ്ട. സത്യം പറയാലോ, ഇന്നലെ രാത്രിയൊക്കെ ഷെരീഫ് ഖാന്റെ അടുത്ത് പോയി വിളിച്ച മമ്മ പോ മമ്മ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ കിടന്നോ ഇരിക്കോട്ടെ. ഓള് വരൂല. ലാസ്റ്റ് മീനുണ്ട് വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴാ വണ്ടി കയറിയത്. നമുക്ക് മീനെ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓളെ വണ്ടി കയറ്റിയത്. ഓള് വരൂല.
മത്താപ്പുഷിന വരുന്നുണ്ട് അടുത്ത ചാക്ക് എടുക്കുക ഇഞ്ഞുണ്ട് ചാക്ക ഒരു ചാക്ക് കൂടി അപ്പൊ ഞാൻ ഇതിന് ഇവിടുത്തെ പൊട്ടിക്കുന്ന വീഡിയോ എടുത്തരാം കേട്ടോ. എന്താണ് ഇതില് വെറൈറ്റി ഉള്ളത് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഷോപ്പിൽ വന്നപാട് ഞങ്ങൾ ഡമ്മി മാറ്റി. ഡമ്മി ലുക്ക് ഇതാണ്. ഇതാണ് പെരിന്തൽമണ്ണ ഡിസ്പ്ലേയിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഐറ്റം. പെരിന്തൽമണ്ണ ഡിസ്പ്ലേ ഉള്ളൂ, ഒക്കെങ്കിലും നമ്മൾ ഇതുവരെ ഡമ്മി വാങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ വെൽവെറ്റിൽ വരുന്ന ലേറ്റസ്റ്റ് കളക്ഷൻ കേട്ടോ. കുറേ പേര് പറഞ്ഞിരുന്നു വെൽവെറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ. മാത്രമല്ല ബ്രൊക്കേഡ് സ്റ്റൈൽ പാൻറ്റാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ബ്രൊക്കേഡ് പാൻറ്റ് കുറച്ച് ട്രെൻഡാണ്. ഓക്കെ, ആൻഡ് ഇപ്പുറത്തൊരു ഡമ്മിയും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓളെന്താ തെറ്റിക്കണോ? ഓളെങ്ങനെ തിരിച്ചാ ജുബിക്ക് വന്നപ്പോൾ തുടങ്ങിക്കണം ഡമ്മിനോട് ഈക്കോ. ഡമ്മി ഓളിങ്കാട്ടി ഹൈറ്റ് ഉണ്ട് പോലും, അതും ചെരുപ്പിടാതെ. ഹീലിടാതെ എങ്ങനെ ഡമ്മി ഇത്ര ഹൈറ്റ് വെച്ചു എന്നുള്ള ഡൗട്ട് കിട്ടും. അതാണ്. ഓക്കെ, അപ്പോൾ കിഡിലൻ ഹാൻഡ് വർക്ക് വരുന്ന മറ്റൊരു കളക്ഷനാണ് ഈ സൈഡിൽ നമ്മൾ ഡമ്മി പീസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് രണ്ടും സെറ്റ് ചെയ്താട്ടോ. ഇപ്പം നമ്മൾ വന്നതിന് ശേഷം സെറ്റ് ചെയ്തതാണ്. ഞാൻ കുറച്ച് കൊയങ്ങി, കാരണം ഡമ്മി സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ച്. ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സിനാന് ജുവിന്റെ ഭാഷ പറഞ്ഞ മത്താപ്പൂ സിനാന് അതില്ലട്ടോ, അത് കഴിക്കാൻ ഇട്ടതാണ്. ഓക്കെ, അപ്പോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ. ലൊക്കേഷൻ ഞങ്ങൾ പെരിന്തൽമണ്ണ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നെസ്റ്റോയുടെയും ബാങ്ക്സിന്റെയും മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽ ഓപ്ഷൻസ് ആണ് മക്കളെ. നമ്മൾ കൂടുതലും പോലെ ആ ഗ്രീൻ ടേബിളിലാണ്. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ ഞങ്ങൾ ഗ്രീൻ ടേബിളിലാണ് പോലെ. പിന്നെ ഉണ്ട്, അപ്പുറത്തൊക്കെ കുറെ ഉണ്ട് അല്ലേ. ഞാൻ ജുബിൻ ഡയറ്റിലാവുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ കട തുടങ്ങിയത്. ഇപ്പൊ ഡയറ്റ് ഒക്കെ തീരുമാനമായി. എങ്ങനെ? ഓ യെസ്, കിഡ്സിന്റെ പാർട്ടി വെയർ ഇവിടെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ. ഒതുക്കെങ്കിലില്ല, കോട്ടക്കൽ പെരിന്തൽമണ്ണ മാത്രം. കോട്ടക്കൽ നിങ്ങൾ തിരിച്ച നല്ല കിഡിലൻ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന പ്യുവർ ജോർജറ്റിലുള്ള ഇങ്ങനത്തെ പാർട്ടി വെയർസ്. എത്രയാണ് സൈസ്? 34 അല്ല 24 to 38 അങ്ങനെ എന്തോ വരുന്നത്. അല്ല 38, 24 to 38 ആണ് സൈസ് സ്റ്റാർട്ട് വരുന്നത് കേട്ടോ. അതൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെക്കണ്ട നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ ടീമാണ്. നമ്മളെ JR Rocks എന്നുള്ള ബ്രാൻഡാണ്. ഇൻസ്റ്റാഗ്രാമിൽ പേജ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നടന്നോ അല്ല, ഞാൻ മാറുന്നേരാ. ഞാൻ ഇപ്പം അതിലൊരു കട്ടുറുമ്പാവണില്ല. അപ്പോൾ ഗൈസ് ഇവിടെ പണിയെടുക്കുകയാണ്. അടുത്തതൊക്കെ വൈൻഡപ്പ് പറഞ്ഞില്ലോ, തല മാറ്റി. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.